ഇറാനുമായി നിലവിലുള്ള വെടിനിർത്തൽ അധികം നീളില്ലെന്ന മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ വിഷയത്തിൽ ഒട്ടേറെ സൈനിക ജനറൽമാർ താനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുന്നതായും ട്രംപ് പറഞ്ഞു. അതേസമയം തങ്ങളുടെ കൈവശമുള്ള ഏക ആയുധമെന്ന നിലയ്ക്കാണ് ഹോർമുസിനെ ഇറാൻ ഉപയോഗിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മറുപടിയാണ് കൈമാറിയതെന്നും ആക്രമിച്ചാൽ ശക്തമായി ചെറുക്കുമെന്നും ഇറാൻ പറഞ്ഞു. മറ്റന്നാൾ ട്രംപ് ചൈനയിലേക്ക് പുറപ്പെടുകയാണ്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയിൽ ഇറാൻ വിഷയം മുഖ്യമാകുമെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം രാത്രി ചേരും. MC നാസർ ചേരുന്നുണ്ട് സമഗ്രമായ വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യ അശാന്തിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണോ, ട്രംപിന്റെ ഭീഷണിയാണോ ഇപ്പോൾ ഉള്ളത്? മറ്റു വിവരങ്ങൾ എങ്ങനെ? ജീന, പാകിസ്ഥാൻ മുഖേന ഇറാൻ കൈമാറിയിരിക്കുന്ന മറുപടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തള്ളിയിട്ടിപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്നത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിനും വലിയൊരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പല കൂടിയാലോചനകളും പല തലങ്ങളിൽ തുടരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മറ്റന്നാളാണ് ഇപ്പം ചൈനയിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പര്യടനം ആരംഭിക്കുന്നത്. 13 മുതൽ 15 വരെ ട്രംപ് ബീജിംഗിൽ ചെലവിടുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇറാനെതിരായിട്ട് ഉള്ള പരമാവധി സമ്മർദ്ദം ചൈനീസ് ഭരണകൂടത്തിന് മുകളിൽ ചെലുത്തുമെന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഇറാന് എല്ലാ അർത്ഥത്തിലുള്ള സൈനിക സഹകരണം, ഇന്റലിജൻസ് സഹകരണം ഇപ്പോൾ ചൈന തുടരുന്നുണ്ട്. അത് പരമാവധി ഇല്ലാതാക്കിക്കുന്ന ഒരു നീക്കമായിരിക്കും താൻ നടത്തുക എന്നാണ് ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ US മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ 15-ന് ശേഷം മാത്രമായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇറാനെതിരെ ഈ ആക്രമണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാവുമെന്നാണ് US മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രിയാണ് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് ഉണ്ട്, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ജെറദ് കുഷ്നർ, മറ്റെല്ലാ പ്രമുഖരും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഏത് നിലക്കുള്ള ഒരു സമീപനം ഇറാന്റെ കാര്യത്തിൽ ഇനി സ്വീകരിക്കണം എന്നാണ് ട്രംപ് ഇക്കാര്യത്തിൽ ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ആരായുക. എന്തായാലും ആണവ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറല്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇപ്പം ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന മറുപടിയിലും ഇറാൻ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. കാരണം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും രാജ്യ താൽപര്യങ്ങൾ പിന്നെ അതിൽ അടിയറവ് പറയുന്ന ഒരു സമീപനം ഉണ്ടാവുകയില്ല എന്നുകൂടി ഇറാൻ നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം നിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറാകുമെന്നൊരു പ്രതീക്ഷ ട്രംപിനുണ്ടായിരുന്നു. അക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ഇറാൻ നൽകുന്നില്ല. അതുമാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന അഭ്യർത്ഥനയും പൂർണ്ണമായി തന്നെ ഇറാൻ നിരസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ പ്രഖ്യാപിത നിലപാടുകളിൽ ഒരു മാറ്റം വരാത്തൊരു സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ ചോയ്സുകളിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ ട്രംപ് ഭരണകൂടം ചുരുങ്ങുന്നതായിട്ടാണ് US മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ആക്രമണം പുനരാരംഭിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിന്റെ ദിശ, അതിന്റെ വ്യാപ്തി ഏത് രൂപത്തിൽ പോകും എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ഒരു വ്യക്തതയും പിന്നെ അമേരിക്കൻ ഭരണകൂടത്തിന് ഇപ്പോൾ ഇല്ല. അതാണ് ഇപ്പം ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടവും നേരിടുന്ന വലിയ പ്രതിസന്ധി. കാരണം ഹോർമുസിലെ ഈ അനിശ്ചിതാവസ്ഥ ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അത് ആഗോള ഊർജ്ജ മേഖലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും വളരെ പ്രതികൂലമായിട്ട് പറയുന്നത് വലിയൊരു ആശങ്ക തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് അത് ഗൾഫ് മേഖലകളിൽ ഏത് രീതിയിലാണ് ഗൾഫിനെയൊക്കെ ഇത് ബാധിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 15-ന് ശേഷമായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. നിർണായക യോഗമടക്കം നടക്കുന്നുമുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ, സൗദി അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? ഗൾഫ് ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഈ ഒരു സംഘർഷത്തെ ഒരു നയതന്ത്ര രീതിയിൽ തന്നെ പരിഹരിക്കണം. ഏതെങ്കിലും അർത്ഥത്തിൽ സൈനികമായിട്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പോയാൽ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും രൂപപ്പെടുക എന്നൊരു മുന്നറിയിപ്പാണ് ഈ രാജ്യങ്ങളൊക്കെ നൽകുന്നത്. ഒരുപാട് ഇറാന്റെ ഭാഗത്തു നിന്ന് നിരവധി മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വന്നു പതിച്ചെങ്കിൽ പോലും എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കാരണം ഈ സംഘർഷത്തെ നയതന്ത്ര രൂപത്തിൽ തന്നെ പരിഹരിക്കണം. അതിനുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. സൈനികമായിട്ട് വീണ്ടും ഇറാനെതിരെ നീക്കം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ തിരിച്ചടി, അതിന്റെ അനിശ്ചിതാവസ്ഥ വളരെ വ്യാപ്തിയിലേക്ക് പോകും. അത് തങ്ങളുടെ താല്പര്യങ്ങളെ, തങ്ങളുടെ വാണിജ്യ നിക്ഷേപ താല്പര്യങ്ങളെ മാത്രമല്ല പൊതു സുരക്ഷയെയും ബാധിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു തിരക്കിട്ട ഒരു നടപടിയോ ഒരു തീരുമാനമോ കൈക്കൊള്ളുന്നതിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടത്തെ തടയുന്നത് എന്നാണ് US മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതേസമയം എന്തെങ്കിലും
എന്തെങ്കിലും ചില നീക്കങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ അത് തന്റെ ഒരു മേൽവിലാസം അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഭാവിക്ക് റിപ്പബ്ലിക്കൻ വിഭാഗത്തിന്റെ ഭാവിക്ക് വലിയ ദോഷം വരുത്തുമെന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുറെ കൂടി സൈനികമായിട്ടുള്ള ഒരു സമ്മർദ്ദം രൂപപ്പെടുത്താൻ. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നലെ ടെലിഫോണിൽ ട്രംപുമായിട്ട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലും ഏറ്റവും പെട്ടെന്ന് തന്നെ യുദ്ധം പുനരാരംഭിക്കണമെന്നൊരു നിർദ്ദേശമാണ് നെതന്യാഹു മുന്നോട്ട് വെച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചാൽ പോലും അത് ഏത് അവസ്ഥയിലേക്കായിരിക്കും മുന്നോട്ട് പോവുക, അത് മേഖലയെയും അതോടൊപ്പം തന്നെ ആഗോള ഘടനയെയും ഏതു വിധത്തിൽ ബാധിക്കുമെന്ന കാര്യം വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ചൈനയും റഷ്യയും കൈക്കൊള്ളുന്ന സമീപനം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത കുറവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ചൈനയിലെ ഈ ഒരു പര്യടനം തീരുന്നതോടുകൂടി ട്രംപിന് ചൈനീസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ളവർ ഏത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതോടുകൂടി മാത്രമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് ട്രംപ് എത്തിച്ചേരുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം